ഞങ്ങളിവിടെ ചെറിയൊരു ഷൂട്ടിലാണ്. അങ്ങനെയല്ല, അത് പിന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ കൂട്ടിയിട്ട് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആത്തിനെന്തോ ആരും വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ ഷൂട്ടിന്റെ തിരക്കിലാണ്. ഈ ഷൂട്ട് രാവിലെ പറഞ്ഞിരുന്നു. ഓരോ ഓവറാക്കല് പോയി. അമ്മ ഇവിടെ വീഡിയോ ആണ്, റെക്കോർഡിംഗ് ആണ്. സോറി, റെക്കോർഡിംഗ് ഒന്നുമല്ലല്ലോ. ദേഷ്യം പിടിക്കുക. എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? എപ്പോ തുടങ്ങിയത് എന്തോ വെറുപ്പാവുക. 12 മണിക്കൂറായി തുടങ്ങി ഇതിന്റെ ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. 12 മണിക്കൂർ അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് ഫോൺ മാറ്റിട്ടേട്ടാ. എന്റെ എന്നോട് ഒരു ബനിയല്ലാന്നാ എനിക്ക് തോന്നുന്നത്. ചൂട് കൂടിയതിനെ കൊണ്ടാണ് തോന്നുന്നത് കേട്ടപ്പോ. വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് തുടങ്ങുന്നുണ്ട്. ഈ സാമ്പാർ ഈ സാമ്പാറിന് ടേസ്റ്റ് കൂടുതലേ. അമ്മ വിളമ്പി കൊടുക്കുന്ന അഭിനയം മാത്രമേ ഉള്ളൂ. അമ്മ കൊടുക്കുന്നില്ല. ആ ലൈറ്റ് ഓഫാക്കി ബാക്കിലൂടെ. അധിക സൗണ്ട് നിൽക്കല്ലേ അമ്മ. ഞാൻ ഓഫാക്കാൻ പറഞ്ഞില്ലല്ലോ. അച്ഛ എന്തിനാണ് അച്ഛ അമ്മ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യലില്ല. ഇവിടെ കറണ്ട് ബില്ല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കേണ്ടതാണ്. ഞാൻ എന്താ ചെയ്തിന്? അതിനച്ഛൻ മുഖം എന്നോട് ദേഷ്യം പിടിച്ച്. എന്തിനമ്മ? ഞാൻ ആ ലൈറ്റ് ഒക്കെ അവിടെ അത് ഓഫ് ആക്കണ്ട പറഞ്ഞ ഓണാക്കി. ഞാൻ അച്ഛനോട് ദേഷ്യം പിടിച്ചു. ഞാൻ അതൊക്കെ ഓഫ് ആക്കി കൊണ്ട് പോന്നു. ലൈറ്റ് നമ്മളിപ്പം 8:10 ഇരിക്കാണ്. അല്ല 9:10, 9:30 കഴിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം. കേട്ടോ മോള് കുട്ടിയൊക്കെ അമ്മ ഉണ്ടാക്കിയ സാമ്പാറിന്റെ ടേസ്റ്റ് കൂടുതല്. മോള് കുട്ടിയൊക്കെ മോള് കുട്ടിയൊക്കെ അമ്മ ഉണ്ടാക്കിയ സാമ്പാറിനല്ലേ ടേസ്റ്റ്. അപ്പൊ അച്ഛനോട് പോയിട്ട് അല്ല അപ്പൊ ദേവ് പറയാ, രണ്ടാൾക്കും 2 സാമ്പാറും 2 2 ഭാഗത്ത് ഒഴിച്ചു തരും. അപ്പൊ 2 ഒരേ ടേസ്റ്റ്. മറ്റിപ്പോ എങ്ങനെയാ അറിയാന്ന് ചോദ്യം വരും. എന്നൊരു പണി ചെയ്യാം. ചോറ് കൂടെ ബാഗി 2 ഭാഗത്ത് ഒഴിച്ചു തരും. അഭിനയിക്കുന്ന റോളിംഗ് ആക്ഷൻ. എന്നൊരു പണി ചെയ്യും. 2 ആളും സാമ്പാർ 2 അറ്റത്തും കൂടെ ഒഴിച്ചാ അപ്പൊ നമുക്കറിയാലോ ആരുടെ സാമ്പാറിന്റെ ടേസ്റ്റ്. നീയും ബാഗിക്ക് ഇത് കഴിഞ്ഞ് 2 വെച്ച് കൂട്ടിക്കഴിക്കാൻ നമ്മള് വിചാരിക്കില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പൊക്കെ സാമ്പാർ കിട്ടിയില്ല. ഇല്ലല്ല, ഉച്ചക്ക് ഇത് സാമ്പാർ തീർന്നു പറഞ്ഞ് സാമ്പാർ കൂട്ടി കഴിക്കാൻ പറ്റില്ല. ചമ്മന്തിയും അത് ഞാൻ മൈക്കില്ല. ഓക്കെ, അത് ശരിയാട്ടോ, ഞാനും വായിക്കാം. കട്ട്. ഇനിയില്ലേ, ഇനിയൊന്നുമില്ല. ഇനി അമ്മ സാമ്പാർ ഒഴിച്ചെടുക്കുന്ന സീന് വീഡിയോ കട്ട് ചെയ്ത് ഞാൻ സാമ്പാർ ഒരു ഭാഗത്ത് ഒഴിക്കുന്നു, അച്ഛനും അതുപോലെ ഒരു ഭാഗത്ത് അച്ഛനും ഒഴിക്കുന്നു. അങ്ങനെ 2 സാമ്പാറും 2 ഭാഗത്തും കിടക്കട്ടെ. വേഗം ഒഴിക്കട്ടെ മക്കളെ, വേഗം കഴിക്കാനുള്ള. ഒരു ഭാഗത്തേക്ക് ചോറില്ലേ, അതിന് സാമ്പാർ സാമ്പാർ ഒഴിക്കാൻ സാമ്പാർ 2 ഭാഗത്ത് ഒഴിക്കുക. സാമ്പാർ ഇതിലൊഴിക്കും അവിടെ ഒഴിക്കും. സാമ്പാർ ഡിവൈഡ് ചെയ്തിട്ട് അതിലും ഇതിലും കുഴി ഉണ്ടാക്കിയത് സാമ്പാറിനകത്ത്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതി. ഇതെന്തോ കാണിക്കുന്നേ. അമ്മേ ആരല്ലേ അത് വെക്കുന്നത്? ദേവിന്റെ എന്ത് പോണല്ലോ. ഇതിലൊഴിക്കാം, ഞാൻ ഇതിലൊഴിക്കാം. എന്നാ ഏതിലാ വേണ്ട ചെയ്യ് പറഞ്ഞ. എന്ത് പോണല്ലോ വെച്ചോ. അച്ഛൻ കണ്ടു വരി, 2 വെക്ക്. ഞാൻ ഒന്നിലൊഴിക്കട്ടെ. കഷ്ണമൊക്കെ കണ്ടു. എനിക്ക് വേറെ അല്ല മതി കഷ്ണം. വേഗം വേഗം വേഗം. റെഡി? എന്താ എടുക്കുന്നേ? പിന്നെ ഈ കൈ ചോറില്ല, അത് മുടിച്ചിട്ട് എടുക്കാൻ പഠിക്കുന്നേ. വീഡിയോഗ്രാഫർ ഉണ്ടേ. ഒഴിക്കട്ടെ. എന്താണ് ഒരുമിച്ച് വെക്കുന്നത്? അത് ഒരുമിച്ച് വെക്കും. ഒഴിക്കട്ടെ. റെഡി? കുഴിയില്ല കേട്ടോ, ഇതുകൂടെ കുഴി. ഓവറാക്കല്ലേ, ഒരു പാകത്തിന് പോയാൽ നിങ്ങളത്ത് പോകും. വട്ടത്ത് പോവും. റെഡി ഗൈസ്? അല്ല ഏതാണ് പാകം എനിക്ക് സംശയപ്പെട്ടു. അതിന് വയറേ ഉള്ളൂ ഇതിനകത്ത്. എടുത്ത് കണ്ടോട് കുഴി. അതെന്താ പറയാ അമ്മേ, മാത്സിൽ കുറച്ച് വീക്കാം. ഇപ്പോഴും മാർക്ക് കുറവല്ലേ. റെഡി, റോളിംഗ് ആക്ഷൻ. സാമ്പാർ എന്നാ വിളിച്ചോ. സാമ്പാറൊക്കെ വിളിച്ച് സെറ്റപ്പ് ആക്കിയിട്ടില്ലേ നമ്മള്.
Guys, ഇങ്ങനെ ഒഴിച്ച ശ്രദ്ധിക്കുമ്പോ കഴിക്കാൻ വിചാരിക്കും അതും കിട്ടൂല ഇനി അപ്പുറത്ത് ഒഴിച്ച് കൊറേ കാലം കഴിഞ്ഞിട്ടേ കഴിക്കാനൊക്കെ കിട്ടുള്ളൂ. സാമ്പാർ വറ്റി തുടങ്ങി. ഇപ്പൊ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ഇപ്പൊ ഇത്രയും നേരം അഭിനയിച്ചില്ല. എനിക്ക് ചെറിയൊരു ചാൻസ് കിട്ടുന്നുണ്ട്. ചാൻസ് വേണേട്ടാ എടുത്ത് കഴിച്ചോളൂ. ഒരെല്ലാം എടുത്ത് തരും. ചുമ്മാ അല്ല സോഡ ഒഴിച്ചോ. വെള്ളം വിശക്കുണ്ടോ? അല്ല മുളക് അടിച്ചേ. മുളക് അടിച്ചോ? വെള്ളം വെച്ച് തരാറുണ്ട്. ഞാൻ പെർഫെക്റ്റ്ലി അറിയാതെ മാറിപ്പോയതാ. ഞാൻ അവൾ പറഞ്ഞത് ആലോചിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം വെച്ച് തരാമെന്ന് മൊത്തമായിപ്പോയി. സോറി ഗൈസ്. എന്ത് തോന്നി ഇന്നത്തെ സാമ്പാറിനെ പറ്റി? എന്ത് തോന്നി? കൂട്ടാൻ പറ്റില്ല. രാവിലെ ദോശ അര ദോശന്റെ കൂട്ടാണ്. സാമ്പാർ കിടിലെ സാമ്പാറാ നല്ല വിശപ്പുണ്ട്. ഓളെ ചാനലിന്റെ ആക്ടിവിറ്റിന് ചിലപ്പോൾ കുറയും. ആവുന്നില്ല. ഓളെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ കുഴങ്ങി. ഞാൻ ഫെഡപ്പാണ്. എനിക്ക് ഒരുപാട് ഷൂട്ടും കാര്യങ്ങളും വന്നു തുടങ്ങി. ഒരു സത്യാവസ്ഥ ഇങ്ങോട്ട് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഓളെ വീഡിയോസ് കുറേ കാണുന്ന ആൾക്കാരാണല്ലോ. ഇനി ഓളെ ചാനലിലെ ആക്ടിവിറ്റി മിക്കവാറും സൂറോ ആവും. പെട്ടെന്ന് അങ്ങോട്ട് വെറുപ്പിക്കലല്ല, ഞാനില്ല ഓളെ ചാനലിൽ കേൾക്കാൻ. കാരണം ഭയങ്കര ലോഡാ. 20-25 ഷോർട്സ് പറയുമ്പോൾ ചില്ലറ പണിയൊന്നുമില്ല. എൻ്റെ ദിവസം പോയ ചിലപ്പോൾ എടുക്കും, മിക്കവാറുണ്ടാവില്ല. എല്ലാരും പറയും സമാധാനായി നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടല്ലോ. ആൾക്കാരെന്തേലും പറ്റോ അവർക്ക് ഒന്നവർക്ക് പറയാം. കമന്റ് ബോക്സ് അല്ലെങ്കിൽ ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് എന്നാലും 100K ആക്കണം ആഗ്രഹം ഉണ്ടേന്. ഇനി കഴിയും തോന്നില്ല. ഞാൻ ശരിക്കും കുഴങ്ങിപ്പോയി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തുമോളെ ഇനി വേണ്ടല്ലേ? ഓക്കെ ഒരു വിഷയമൊന്നുമില്ല. ഓക്കെ എന്ത് 100K, ഓക്കെ എന്ത് 40K അല്ലേ? ഓക്കെ അതിൻ്റെ ഒന്നും ആഗ്രഹമില്ല. ഒക്കെ എൻ്റെ കാര്യം കൂടെ ചെയ്യുന്നോണ്ടാണ്. വെറുതെ ഒരു കാര്യം ചെയ്യാം. എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവില്ലേ പേഴ്സണൽ ആയിട്ടുള്ള. എന്തിനാ വെറുതെ ഓവറാക്കുന്നത്? എന്തിനാ അമ്മ? അമ്മയ്ക്ക് അല്ലെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളൂ. എന്താണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ചാനല് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് മൂവ്സ് ഓൺ യു ക്യാൻ സീ മോർ വീഡിയോസ്. ഞാൻ പറ്റ എക്സോസ്റ്റഡ് ആയിരുന്നു. എന്നിട്ടും വീഡിയോ എന്തൊക്കെ എടുത്ത് ഷൂട്ടിന് പോയി അങ്ങനെ ഡൗണായി. വേറെ പേജ് ഐഡ്ലാന്തുട്ടിലേക്ക് ഓണത്തിന് ഐഡ്ലാന്തുട്ടിൽ നിങ്ങൾക്ക് തോന്നെ വീഡിയോസ് കാണാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പ്ലാനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാണ്ടോ ലാസ്റ്റ് ഇനി ഞാനായിരിക്കും ഇന്ന് ചിലപ്പോ ഞാൻ ഹോട്ടലിൽ എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ കാണൂല, കാണാന്നല്ല കാണൂല ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്യാൻ മതിയോ പറയാൻ പറ്റില്ല. പിന്നെ powering off.